ട്രംപിനെയും നെതന്യാഹുവിനെയും കൊല്ലണം. ഇത് ഇറാൻ്റെ ആഗ്രഹമാണ്. ഇറാൻ അസാധാരണമായ ഒരു കാര്യം ചെയ്തിരിക്കുന്നു പ്രിയ. ഇറാൻ പാർലമെൻറ്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ചിട്ട് പറയാണ്, ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ്, ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേലി പ്രധാനമന്ത്രി, ഇവരുടെ തലയെടുത്താൽ 5 കോടി യൂറോ സമ്മാനം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കറൻസിയിൽ 599 കോടി രൂപ കിട്ടും. പക്ഷെ വേറെ കാര്യമുണ്ട്. ഒരു രാജ്യം മറ്റ് 2 രാജ്യങ്ങളുടെ തലവന്മാരെ കൊന്നാൽ ഞങ്ങൾ ഇത്ര വലിയ രൂപ തരും, ഇത്ര പണം തരും എന്ന് പറയുന്നത് ശുദ്ധമര്യാദകേടാണ്. അപ്പോൾ വേണം പറയാം, ഇറാനെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമല്ലേ അമേരിക്ക, ഇസ്രായേൽ. അതുകൊണ്ട് ആ രാജ്യത്തിന് അങ്ങനെ ഒരു നിലപാടെടുത്തുകൂടെ? ഇപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്. എൻ്റെ മകൾ എന്നോട് ഒരു ദിവസം ചോദിച്ചു, അച്ഛാ ഇതെന്തൊരു മര്യാദകേടായി, ഈ ഇന്ത്യക്ക് ആണവായുധമുണ്ട്, റഷ്യക്കുണ്ട്, ചൈനയ്ക്കുണ്ട്, അമേരിക്കയ്ക്കുണ്ട്, ഇറാൻ ഒരു രാജ്യമല്ലേ, അവർക്ക് ഉണ്ടാക്കിക്കൂടെ? സ്വാഭാവികമായ ചോദ്യമാണ്. ആർക്കും ടെക്നോളജി ഉണ്ടെങ്കിൽ ആർക്കും ആണവായുധം ഉണ്ടാകാം. ഇറാൻ ഉണ്ടാക്കിയ എന്താ പ്രശ്നം? സ്വാഭാവികമായി കേൾക്കുന്ന ഒരാൾക്ക് സംശയം തോന്നും. ഒരു രാജ്യത്തിന് അവരെന്തുണ്ടാക്കണമെന്ന് അവരല്ലേ തീരുമാനിക്കേണ്ടത്? പാകിസ്ഥാൻ്റെ ഉണ്ടല്ലോ, ഇസ്ലാമിക രാജ്യത്തിന് പാടില്ലെന്നാണ് പാകിസ്ഥാനുണ്ടല്ലോ. ഇത് പറയുമ്പോൾ ഞാൻ പ്രിയനെ 2 കാര്യങ്ങൾ ഓർപ്പിക്കാം. ഒന്ന്, 2 മുദ്രാവാക്യങ്ങളുണ്ട്. ഒന്ന് മർഗ്ബർ ഇസ്രയേൽ, മർഗ്ബർ അമേരിക്ക. എത്രയോ കാലമായി 1971 ശേഷം ഇറാൻ എന്നും പറയുന്ന 2 മുദ്രാവാക്യങ്ങൾ, മർഗ്ബർ ഇസ്രയേൽ, മർഗ്ബർ അമേരിക്ക. എന്താ മലയാളം എന്നറിയാമോ? അല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രയേൽ. അമേരിക്കയ്ക്ക് മരണം, ഇസ്രയേലിന് മരണം എന്ന് പറഞ്ഞ് 70കളിലെ മതവിപ്ലവത്തിന് ശേഷം അധികാരം പിടിച്ചെടുത്ത അയത്തൊള്ളമാരുടെ കാലത്ത് ഉയർത്തിക്കൊണ്ടിരുന്ന മുദ്രാവാക്യമാണ് അമേരിക്കയ്ക്ക് മരണം എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാർ മുഴുവൻ ചാവണം, ഇസ്രയേലിന് മരണം എന്ന് പറഞ്ഞാൽ ഇസ്രയേലക്കാർ മുഴുവൻ ചാവണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ കയ്യിലേക്ക് അണവായുധം വന്നാൽ എന്തു ചെയ്യും? അവരത് കൊണ്ടുപോയി അമേരിക്കയിലിടാൻ പറ്റിയാൽ അമേരിക്കയിലിടും, ഇസ്രയേലിലിടാൻ പറ്റിയാൽ ഇസ്രയേലിലിടും. അപ്പോൾ 2 രാജ്യങ്ങൾക്കും ഇവർ അണവായുധം ഉണ്ടാക്കുന്ന കണ്ടാൽ സ്വാഭാവികമായും അവർക്ക് പ്രതിരോധിക്കാൻ അവകാശമില്ലേ? അപ്പോൾ അമേരിക്കയുടെയോ ഇസ്രയേലിൻ്റെയോ കുഴപ്പമല്ല, മറിച്ച് അമേരിക്കയോടും ഇസ്രയേലിനോടും പരമ്പരാഗതമായി വെച്ചു പുലർത്തുന്ന ഇറാൻ്റെ വൈരം. എന്ത് വൈരം? മതവൈരം. എന്ത് മതം? മുസ്ലിമിന് കാഫിറുകളോടുള്ള വൈരം, ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും, പിന്നെയാണ് ഹിന്ദുക്കൾ. അവരോടുള്ള വൈരമാണ് കാണിക്കുന്നത്. ആ വൈരത്തിൻ്റെ ഭാഗമായി അവരെ തുടച്ചു നീക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഈ അമേരിക്കയെ അവർ വിളിക്കുന്നതിനറിയോ? വലിയ സാത്താൻ. ഇസ്രയേൽ ചെറിയ സാത്താൻ. വലിയ സാത്താനെയും ചെറിയ സാത്താനെയും അവസാനിപ്പിക്കണം എന്ന് ഭരണം കിട്ടിയ നാൾ മുതൽ ഖമനേയിമാർ, അയത്തൊള്ളമാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ ആണവ ബോംബുണ്ടാക്കാൻ അമേരിക്ക സമ്മതിക്കുമോ? ഇസ്രയേൽ സമ്മതിക്കുമോ? നമ്മുടെ അയൽക്കാരൻ പറയുകയാണ്, എൻ്റെ ലക്ഷ്യം നിന്നെ കൊല്ലുകയാണ്, കൊല്ലാൻ വേണ്ടി ഞാനൊരു പീരങ്കി മേടിച്ചതെന്ന് തോന്നുന്നു. നമ്മളെന്ത് ചെയ്യും? അവൻ പീരങ്കി മേടിക്കുന്നതിനെതിരെ നമ്മൾ മിനിമം കൊണ്ട് കോടതി കേസുകൾ കൊടുക്കും അല്ലേ? ഇത് തന്നെയാണ് അമേരിക്കയും ഇസ്രയേലും ചെയ്യുന്നത്. ആ ഭാഗം മറച്ചു വെച്ചിട്ട് ഇറാൻ ഒരു പരമാധികാര രാജ്യമാണ്, സോവറിൻ റിപ്പബ്ലിക്കാണ്, അവർക്ക് ആണവായുധം ഉണ്ടാക്കി എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ ഗുജറാത്ത് കലാപം എന്ന് പറയും, ഗോദ്രയെക്കുറിച്ച് പറയത്തില്ല. ഇനി വേറെ സംഗതിയോട് പറയാം. 2017 ജൂൺ 23 അൽ ഖുദ്സ് ഡേ ആണ് ഇറാനിൽ. അൽ ഖുദ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ എന്തോ വിശേഷപ്പെട്ട രക്തസാക്ഷികളുടെ ദിനമോ അങ്ങനെ എന്തോ ആണ്, എനിക്ക് കൃത്യം അറിയില്ല. ആ ദിവസം ഇവർ ചെയ്തൊരു പണിയുണ്ട്. ഇറാനിൽ ഒരു പാലസ്തീൻ സ്ക്വയർ ഉണ്ട്, പലസ്തീനികൾക്ക് വേണ്ടി ഉള്ള ഒരു സ്ക്വയർ. ആ സ്ക്വയറിൽ ഇവരൊരു ക്ലോക്ക് ഉണ്ടാക്കി, ഒരു ഡിജിറ്റൽ ക്ലോക്ക്. ആ ക്ലോക്കിന് ഇട്ടിരിക്കുന്ന പേരെന്നറിയോ? ഡെത്ത് ക്ലോക്ക്, മരണമണി. മരണമണി എന്ന് പറഞ്ഞാൽ അയത്തുള്ള അലി ഖമേനി എന്നിട്ട് ഈ ക്ലോക്ക് ഉണ്ടാക്കിയിട്ട് ഖമേനി വന്ന് പ്രസംഗിച്ചു, ദൈവം സഹായിച്ചാൽ അടുത്ത 25 വർഷം എന്ന് പറഞ്ഞാൽ 2040, അടുത്ത 25 വർഷം കഴിയുമ്പോൾ ഈ ഭൂമുഖത്ത് ഇസ്രയേൽ ഉണ്ടാവില്ല എന്ന് പരസ്യമായി മറ്റൊരു പരമാധികാര രാജ്യത്തെ ഭൂമിയിൽ നിന്ന് തുടച്ച് നീക്കാനുള്ള എണ്ണവും സമയവും കുറിച്ചൊരു ക്ലോക്ക് കൊണ്ട് സ്ഥാപിച്ചു 2017. എന്നിട്ട് 8411 ദിവസങ്ങളാണ് ഇസ്രയേലിൻ്റെ ആയുസ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ദിവസവും കൗണ്ടാണ്. 8411, 8410, 40, 8410, 9 ഇങ്ങനെ കുറഞ്ഞു വരുന്നൊരു ക്ലോക്ക് ഉണ്ടാക്കി. ആ ക്ലോക്ക് പേർഷ്യൻ, അറബിക്ക്, ഇംഗ്ലീഷ് ഭാഷകളിൽ ഡിസ്പ്ലേ വരും. അത് ഒരു പരമാധികാര രാജ്യത്തെ ഭൂമിയിൽ നിന്ന് തുറച്ചു നിൽക്കുമെന്ന് പറയുന്നതല്ലേ? അപ്പോൾ ആ രാജ്യത്തിന് ഞങ്ങളെ കൊല്ലും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു രാജ്യത്തെ അടിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ഇസ്രയേൽ പറഞ്ഞാൽ എന്താ തെറ്റ്? അമേരിക്ക ഇപ്പം നെതന്യാഹുവും ട്രംപും തമ്മിൽ ഇന്നലെ ടെലഫോണിൽ കലഹിച്ചു എന്ന് പറയുന്നു. യുദ്ധം നിർത്തിയേക്കാം എന്ന്
ട്രംപ് പറയുന്നു. നെതന്യാഹു സമ്മതിക്കുന്നില്ല. കാരണം നെതന്യാഹു ഗാസ യുദ്ധ സമയത്ത് പറഞ്ഞതെന്നറിയോ, ഇത് വേറൊന്നിനും വേണ്ടിയില്ല, അടുത്ത തലമുറ ജൂതന്മാർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ ഹമാസ് ആയുധം വെച്ചാൽ യുദ്ധം അവസാനിക്കും, പക്ഷെ ഞങ്ങൾ ആയുധം വെച്ചാൽ എന്ത് പറ്റുമെന്നറിയോ, ഞങ്ങൾ ജൂതന്മാർ അവസാനിച്ചു പോകും. ഇതാണ് ഇസ്രായേൽ നേരിടുന്ന പ്രതിസന്ധി. ഇസ്രായേലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 57 രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളെ വേണം മാറ്റി നിർത്താം, രാജ്യങ്ങളിലെ മുസ്ലിം രാജ്യങ്ങളുണ്ട്. പിന്നെ ലോകത്തെമ്പാടുമുള്ള കേരളത്തിൽ ഇസ്രായേലിനെ തട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇല്ലാതാക്കണമെന്ന് ഈ കേരളത്തിലുണ്ട്, ഈ കൊച്ചിയിലുണ്ട്, ഇല്ലേ, നിങ്ങളുടെ ഓരോ പ്രദേശത്തുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ, 57ഓളം ഇസ്ലാമിക രാജ്യങ്ങളുള്ളപ്പോൾ അവരുടെ കയ്യിലേക്ക് മാരകമായ ആണവായുധം എത്തുന്നതിനെ എങ്ങനെ ഇസ്രായേൽ അംഗീകരിക്കും? ഇതാണ് പ്രശ്നം. അപ്പോൾ ഇതിനിടയ്ക്ക് ഇപ്പോൾ വെടിനിർത്തൽ വന്നിരിക്കുന്നു. വെടിനിർത്തലിനിടയ്ക്ക് ഇപ്പോൾ ട്രംപിനെ വിളിച്ച് നെതന്യാഹു കലഹിക്കാനുള്ളൊരു കാരണം, നിങ്ങൾ വെടിനിർത്തൽ എന്നൊക്കെ പറയുമ്പോൾ അവൻ പാർലമെൻറ്റ് ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നു, നമ്മുടെ രണ്ടുപേരെയും തട്ടിയാൽ 599 കോടി രൂപ കൊടുക്കുന്നു. അപ്പോൾ സത്യത്തിൽ ഇറാൻ ലെവലേശം മാറിയിട്ടില്ല. അവരെ സംബന്ധിച്ചിട്ട് കാഫിറുകളുടെ ഭരണം, ജൂതന്മാരുടെ ഭരണം, അവരെ സഹായിക്കുന്ന ക്രിസ്ത്യാനികളുടെ ഭരണം ഭൂമിയിൽ നിന്ന് ഇല്ലാതാവണം. ആ രണ്ട് രാജ്യങ്ങളും ഭൂമിയിൽ നിന്ന് ഇല്ലാതാവണം. ആ രണ്ട് രാജ്യം ഇല്ലാതാവണം എന്ന് പറഞ്ഞാൽ രാജ്യം മാത്രമായിട്ട് ഇല്ലാതാക്കാൻ പറ്റുമോ? രാജ്യത്തെ ജനങ്ങളെ അല്ലേ, അവരെ ഈ സനാതന ധർമ്മത്തെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുക എന്ന് പറയുന്നത് പോലെ തന്നെ ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ക്രിസ്ത്യാനികൾ മുഴുവൻ ചാവണം, ഇസ്രായേലിലെ ജൂതന്മാർ മുഴുവൻ ചാവണം, കൊല്ലണം എന്ന് പറയുകയാണ്. അവിടെയാണ് ഈ നെതന്യാഹുവിൻ്റെ പിണക്കം, രോഷം പ്രസക്തമാവുന്നത്. അപ്പോൾ നോക്കുമ്പോൾ വെടിനിർത്തൽ സമയത്ത് ഇങ്ങനൊരു പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രത്തെ തെമ്മാടി രാഷ്ട്രം എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ, അതിനപ്പുറത്ത് പ്രയോഗിക്കാൻ പദമുണ്ടെങ്കിൽ ഭീകരരാഷ്ട്രം. എക്സാക്ട്ലി, അവരുടെ ഉള്ളിലെ ഭീകരതയാണ് അവർ പുറത്ത് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ ഒരു ബില്ല് പാസ്സാക്കുക, രണ്ട് രാജ്യത്തിൻ്റെ തലവന്മാരെ തട്ടണം. നമ്മൾ നിരന്തര യുദ്ധം ഉണ്ടായിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ, പാകിസ്ഥാൻ. അവർ പോലും ചെയ്തിട്ടില്ല. ആ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ തട്ടണമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പാർലമെൻറ്റിൽ ചെയ്തിട്ടുണ്ടോ? അവർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇതാണ്. അപ്പോൾ എത്ര ഭീകരമായി ചിന്തിക്കുന്ന ഒരു രാജ്യമാണ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഈ അമേരിക്കയുടെ 42 എയർക്രാഫ്റ്റുകൾ ഇറാൻ തകർത്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കത് അല്പം ഒരു ബഹുമാനമൊക്കെ തോന്നുന്നുണ്ട് ഇവരോട്. കാരണം ഇത്ര കാലത്തെ കടുത്ത സാമ്പത്തിക ഉപരോധത്തിനിടയ്ക്ക് ഇത്ര ഒരു മൈറ്റി പവറായ അമേരിക്കയ്ക്ക് ഇത്ര കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ അവരുടെ കരുത്തിനെ അംഗീകരിക്കണം. അതോടൊപ്പം അവരുടെ നൃശംസത, കരാളത, ഭീകരത അതും നമ്മൾ പറയണം. അപ്പോൾ ഈ രാജ്യത്തെ ആക്രമിച്ച് നശിപ്പിക്കുക എന്നുള്ളത് ലോക സമാധാനത്തിന് ആവശ്യമാണ് എന്ന് ആരെങ്കിലും കരുതി അവരെ കുറ്റം പറയാൻ പറ്റുമോ? ഇറാൻ പാവാട എന്ന് പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അമേരിക്കയെ തകർക്കണം, അമേരിക്കയെ നശിപ്പിക്കുക, അമേരിക്കൻ ജനങ്ങളെ നശിപ്പിക്കണം, ഇസ്രായേൽ ജനതയെ നശിപ്പിക്കണം എന്ന് പറയുന്ന ഈ നിലപാട് തെറ്റാണെന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ പുരോഗമനവാദികൾ പറയുന്നില്ല, നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പറയുന്നില്ല, ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും തലയ്ക്ക് 599 കോടി രൂപ, 5 കോടി യൂറോ ഇറാൻ ഇതിനിടയ്ക്ക് ഈ സമാധാനത്തിന് വേണ്ടി ട്രംപ് കൈനീട്ടുന്ന സമയത്തും വിലയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വാർത്തയല്ലേ? വാർത്തയാക്കില്ല. കാരണം അത് പറയാൻ പാടില്ല. ഇറാൻ തെണ്ടിത്തരം കാണിച്ചാലും അത് പറയാൻ പാടില്ലല്ലോ. ഒരിക്കലും കുറ്റമായിട്ട് വരില്ല. അപ്പോൾ 2040 ഇസ്രായേലിനെ തകർക്കണമെന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ ആളുകളുടെ ഇവിടെയുള്ള പ്രോക്സികളാണ് പറയുന്നത് 2047 ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം വരും എന്നും പറയുന്നത്. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റു മാധ്യമങ്ങളിൽ വരാത്ത വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് നിരന്തരം എത്തിക്കുന്നുണ്ട്. നിങ്ങളാണ് ഞങ്ങളുടെ കരുത്ത്. നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ള പ്രിയപ്പെട്ടവർ ഉറപ്പായും അത് ചെയ്യണം എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്.